ഇദ്ദേഹം അഖിൽ വലിയ ട്രേഡറാണ്. അത് മാത്രമല്ല ട്രേഡിങ്ങിനെ പറ്റിയുള്ള നല്ല നല്ല ക്ലാസ്സുകൾ യൂട്യൂബിൽ കൂടി ആളുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ഒരു നല്ലൊരു മനുഷ്യനാണ് ഇദ്ദേഹം. അപ്പോൾ ഇദ്ദേഹം കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, അതായത് 1 2 3 മാസം മുമ്പ് ഒരു യൂട്യൂബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് മുസ്ലിങ്ങൾക്ക് ഇപ്പോൾ നല്ല സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന, അതായത് ഈ പലിശയുമായി ബന്ധപ്പെട്ട് ഒരു ഇടപാടുകൾക്കും നിൽക്കാത്ത മുസ്ലിങ്ങളുണ്ട്. അതായ വിശ്വാസത്തിൻ്റെ ഭാഗമാണത്. അപ്പോൾ അങ്ങനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ട്രേഡിങ്ങിലേക്ക് വരാൻ പറ്റും. അവർക്ക് എടുക്കാൻ പറ്റിയ കമ്പനികൾ, അതായത് അതിനെപ്പറ്റി പുള്ളി പറയുന്നത്, ഇപ്പോൾ മദ്യത്തിൻ്റെ ഒരു കമ്പനിയുടെ ഒരു ഓഹരി എടുക്കാൻ പറ്റില്ല. പിന്നെ സിഗരറ്റ് കമ്പനി, അവരുടെ സ്റ്റോക്ക് എടുക്കാൻ പറ്റില്ല. ഇതുപോലെയുള്ള കുറേ ഇപ്പോൾ പാൻപരാഗ്, ഇങ്ങനെയൊക്കെ ഒരുപാട് കമ്പനികളുണ്ട്. അതായത് സമൂഹത്തിന് ദോഷം ഉണ്ടാക്കുന്ന രീതിയിൽ എന്നാൽ ഗവൺമെൻറ്റിൻ്റെ അനുവാദമുണ്ട്. ഇപ്പോൾ മദ്യത്തിന് ഗവൺമെൻറ്റിൻ്റെ അനുവാദം ഉണ്ടല്ലോ, അതൊരു കമ്പനിയാണ്. ആ കമ്പനിയുടെ വിസ്കി കമ്പനിയുടെ ഓഹരി എന്ന് പറയാം ഉദ്ദേശം, അല്ലെങ്കിൽ ഒരു ഉദാഹരണമായിട്ട്. അപ്പോൾ ആ കമ്പനിയുടെ അത് എടുക്കേണ്ട അല്ലാത്ത ഒരുപാട് കമ്പനികളുണ്ട്. ഇപ്പോൾ സ്റ്റീല് കുഴപ്പമില്ല, മുസ്ലിങ്ങൾക്ക് എടുക്കാമല്ലോ. സ്റ്റീലുണ്ടാക്കുന്ന കമ്പനി, അലൂമിനിയം ഉണ്ടാക്കുന്ന കമ്പനി, സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനി, വെള്ളം ഉണ്ടാക്കുന്ന കമ്പനി, ഇങ്ങനെയൊക്കെ ഒരുപാട് കമ്പനികളുടെയൊക്കെ ഇതെടുക്കാം മുസ്ലിങ്ങൾക്കെന്ന് പറഞ്ഞു. പക്ഷേ ഇദ്ദേഹത്തിന് വേറൊരു കുഴപ്പമുള്ള, ഇദ്ദേഹത്തിൻ്റെ കുഴപ്പമല്ല, ഇതിനകത്തൊരു അറിവുകേട് അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുണ്ട്. കാര്യം ശരിക്കും മുസ്ലിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ ആ കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന നല്ല സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനി, അങ്ങനെയല്ല. ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട് ഇതിനകത്ത്. അതായത് ആ കമ്പനി വലിയ ലോൺ എടുത്ത്, അല്ലെങ്കിൽ ലോൺ എടുത്താണ് ആ ബിസിനസ് ചെയ്യുന്നതെങ്കിൽ ആ കമ്പനിയുടെ പ്രൊഡക്ഷൻ പലിശയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. മനസ്സിലായോ? അതായത് ഈ കമ്പനി ഉണ്ടാക്കാൻ വേണ്ടി ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ കമ്പനി പലിശയുമായി ബന്ധപ്പെട്ടു. അപ്പോൾ അങ്ങനെയുള്ള കമ്പനിയുടെ ഓഹരി എടുത്തു കഴിഞ്ഞാൽ ഇത് ഇസ്ലാമികമായ പറയുമ്പോൾ ഇസ്ലാമിൻ്റെ ആ നിയമം അനുസരിച്ചിട്ട് തെറ്റാണ്. കാരണം വെച്ചാൽ ആ കമ്പനി ഈ പലിശയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ്. അതായത് ഇസ്ലാം നിയമപ്രകാരം പലിശയ്ക്ക് കൊടുക്കലും വാങ്ങലും ഒരേമാതിരി തെറ്റാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ പലിശയ്ക്ക് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ അതിന് പലിശ കൊടുക്കണമല്ലോ. എന്നിട്ടാണല്ലോ നമ്മളൊരു കമ്പനി തുടങ്ങുന്നത്. അപ്പോൾ അതിനകത്ത് എന്ത് സാധനം പ്രൊഡക്റ്റ് ചെയ്താലും ആ പ്രൊഡക്ഷനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പലിശയുമായി ബന്ധപരമാണ് ആ ഉൽപ്പന്നങ്ങൾ. അപ്പോൾ അവരുടെ കമ്പനിയുടെ ഈ ഓഹരി നമ്മളെടുത്തു കഴിഞ്ഞാൽ ആ പലിശയുമായി നമുക്ക് ബന്ധം വരാണ്. അപ്പോൾ മുസ്ലിങ്ങൾക്ക് അങ്ങനെയുള്ള കമ്പനികളുടെ ഇതെടുക്കാൻ പറ്റില്ല ഒരിക്കലും. അത് ഈ അഖിൽ എന്ന് പറയുന്ന വ്യക്തിക്ക് അത്രയും സൂക്ഷ്മതയോടെ അദ്ദേഹം പഠിച്ചിട്ടില്ലത്. അതുകൊണ്ടാണ് പുള്ളി അത് പറഞ്ഞത്. കാരണം പുള്ളിക്ക് അറിയില്ല. പുള്ളി ഉദ്ദേശിക്കുന്ന മുസ്ലിങ്ങൾ അവർക്ക് ഈ പറഞ്ഞ തെറ്റായ മാർഗത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളുടെ സാധനങ്ങൾ എടുക്കണ്ട എന്നുള്ള ഒരു ചിന്തയിൽ കൂടിയാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അറിവ് കുറവാണ് അത് സംഭവിച്ചിരിക്കുന്നത്. ശരിക്കും അങ്ങനെയുള്ള കമ്പനികളുടെ ഇത് എടുക്കാൻ പറ്റില്ല ഒരിക്കലും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സൗദി അറേബ്യ പോലുള്ള ചില കമ്പനികൾ അവരുടെ ഓഹരി എടുക്കാൻ പറ്റും. കാരണം അവർ ശരിക്കും പലിശ ആയിട്ട് ബന്ധപ്പെടാതെ ഉള്ള അവരുടെ സ്വത്ത് ഉപയോഗിച്ച്, അവിടെ അങ്ങനെ നിയമമില്ലല്ലോ, നമ്മുടെ ഇന്ത്യയുടെ ഒരു നിയമമല്ലല്ലോ. അവരിപ്പോൾ സ്വത്ത് സ്വന്തം കാണിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഇത്രയും പലിശ കൊടുക്കണമെന്നോ അല്ലെങ്കിൽ അത് ഗവൺമെൻറ് പിടിച്ചിട്ട് അതിൻ്റെ ഇൻകം ടാക്സ് അങ്ങനെ ഒരു നിയമം അവിടെ ഇല്ല. അതുകൊണ്ട് പൈസ ഉള്ളവനും ബാങ്കിൻ്റെ ഇടപാടുകൾ, അതായത് ബാങ്കായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ പൈസ എന്നുള്ളൊരിത് കാണിക്കണ്ട. അവർക്ക് ആ സ്വന്തം പൈസ ഉപയോഗിച്ചിട്ട് അവർക്ക് ഈ പോലെ കമ്പനികൾ തുടങ്ങാം, അതുപോലെ എന്തും ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള കമ്പനികളുടെ ഓഹരിയാണ് എടുക്കാൻ പാടുള്ളൂ. പിന്നെ നമ്മൾ ഇപ്പോൾ തന്നെ ഇവിടെ തന്നെ എത്രയോ തട്ടിപ്പുകൾ നടക്കുന്നത്. അതായത് 10,000 കോടി രൂപയുടെ ആസ്തിയുള്ള കമ്പനി അവരുടെ ഇത് കൂടുതൽ ആസ്തി കാണിക്കുകയും അവരുടെ പ്രൊഡക്ഷൻ്റെ ലാഭവിഹിതം കൂടുതൽ കാണിച്ചിട്ടാണ് അവർ ഇപ്പോൾ ഒരു ഓഹരി വിൽക്കുന്നത്. അവരുടെ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് അവരുടെ ഇത് ഓഹരി ഇഷ്യൂ ചെയ്യുന്നത്.
അവർക്ക് ശരിക്കും പറഞ്ഞാൽ 100 രൂപ മൂല്യം ഉണ്ടാവുള്ളൂ, അതിനെ 200 രൂപ കാണിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അത് ശരിക്കും ഈ ട്രേഡേഴ്സ് അല്ലെങ്കിൽ ട്രേഡ് ബ്രോക്കർമാർ പഠിക്കുന്നില്ല, അവർക്ക് അറിയാനും പാടില്ല. അങ്ങനെ വരുമ്പോൾ ഈ കമ്പനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് പറ്റും? ഈ ഓഹരി എടുത്ത ആൾക്കാരുടെയൊക്കെ പൈസ പോകും. അങ്ങനെയും ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ സൂക്ഷിച്ച് അല്ലാത്ത ആൾക്കാരാണെങ്കിലും കമ്പനികളെ പറ്റി ശരിക്കും പഠിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. നമ്മളൊന്നും എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിവില്ലെങ്കിൽ ലളിതമായി നമ്മളൊരു സാധാരണക്കാരൻ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. മൂല്യമുള്ള കമ്പനികളുടെ ഓഹരികൾ എടുത്തിട്ട് ബിസിനസ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പൈസ താഴത്തേക്ക് കമ്പനിയുടെ ഇത് ഒറ്റടിക്ക് പോയി കഴിഞ്ഞാൽ പോകും. പിന്നെ മുസ്ലിങ്ങൾ എടുക്കേണ്ടത് ഇങ്ങനെയുള്ള കമ്പനികളുടെ മാത്രം എടുക്കാൻ പാടുള്ളൂ, പലിശയും ബന്ധപ്പെടാത്ത കമ്പനികളുടെ. ഇപ്പോൾ ഇന്ത്യയിൽ അങ്ങനെ പലിശയായിട്ട് ബന്ധപ്പെടാത്ത ഒരു കമ്പനി ഉണ്ടാവാൻ സാധ്യതയില്ല. അത് ഗൾഫിൽ പ്രത്യേകിച്ച് സൗദിയിലൊക്കെ ഉള്ള കമ്പനികളുടെ മാത്രമാണ് അങ്ങനെ പലിശയുമായി ബന്ധപ്പെടാത്ത ഒരു കമ്പനി ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. UAE അങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല, അല്ലെങ്കിൽ വേറെ ഇസ്ലാം കൺട്രി ഒമാനിലോ ബഹ്റിനിലോ ഒക്കെ ഉണ്ടാവാം. ശരിക്കും നമ്മൾ അന്വേഷിക്കണം, അവിടുത്തെ നിയമങ്ങൾ അന്വേഷിച്ച് മാത്രമാണ് ഇങ്ങനെയുള്ള കമ്പനികളിലേക്ക് നമ്മൾ നമ്മുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ഇപ്പോൾ വേറൊരാളുണ്ട്, ഷംസുദ്ദീൻ എന്ന് പറഞ്ഞൊരാൾ ട്രേഡറാണ്. അയാൾ വലിയ ഇതുപോലെ യൂട്യൂബിൽ കൂടി വരുന്ന ആളാണ്. അദ്ദേഹം പറയുന്നത് വീട് പോലും വാങ്ങിക്കാതെ, വീടൊക്കെ നഷ്ടമെന്ന് പറയണത്, വീട് വാങ്ങിക്കലൊക്കെ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ പൈസ കൊണ്ട് ട്രേഡ് ചെയ്യാനാണ് പറഞ്ഞത്. ട്രേഡ് ചെയ്താൽ അപ്പോൾ കാശ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്ന ഇടപാട്. അത്രയും ബുദ്ധിയുള്ള ആളുകളൊക്കെ അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ശരിക്കും പഠിച്ചിട്ട് വേണം ചെയ്യാൻ. വീടുണ്ടെങ്കിൽ വാടക കൊടുക്കാതൊക്കെ എടുക്കാം. വീടില്ലാതെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൈസ കൊണ്ട് ട്രേഡ് ചെയ്യാൻ പോയി ആ പൈസ കൊണ്ട് പോയാൽ പിന്നെ വീടില്ലാതെയാവും. അപ്പോൾ അങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊക്കെ ചില ആളുകൾ ചെയ്യാൻ പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാനിത് ഇവരൊക്കെ ഈ യൂട്യൂബിൽ കുറേ അങ്ങനെ ശ്രദ്ധിച്ചോ കേട്ടിട്ടാണ് അതിന് മറുപടി പറയുന്നത്. അപ്പോൾ ഇത് ഒരിക്കലും ചെയ്യരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ മുസ്ലിങ്ങളോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ പലിശയുമായി ബന്ധപ്പെടാത്ത കമ്പനി ആയിരിക്കാം, ലോൺ എടുക്കാത്ത കമ്പനികളുടെ ഓഹരി മാത്രമാണ് എടുത്തിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് ഹറാമായിട്ട് വരും.